മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ആൻഡോ സഹോദരന്മാർക്കെതിരെ ജാമ്യമില്ല വാറന്റ് പുറപ്പെടുവിച്ചു. ഇവിടെ മുമ്പ് ഈ മെസ്സിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട അന്നത്തെ സ്പോർട്സ് മന്ത്രി അബ്ദുറഹ്മാൻ അദ്ദേഹം പറഞ്ഞത് നവംബർ 8 മുതൽ 25 വരെയോ അല്ലെങ്കിൽ ഇങ്ങനെ 7-8 ദിവസം മെസ്സി കേരളത്തിലുണ്ടാവും. അതിനുശേഷം ഈ മരമുറി ചാനലിൻ്റെ ഉടമയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, എൻ്റെ ലക്ഷ്യം കേരളത്തിൽ ഫുട്ബോൾ വളർത്തുക, സ്പോർട്സ് വളർത്തുക, ടൂറിസം വളർത്തുക. അതിനു വേണ്ടിയിട്ട് അർജൻറ്റീൻ ടീമിനെ കൊണ്ടുവരുന്നു. ഇവിടുത്തെ ഫുട്ബോൾ ഇതോടുകൂടി വികസിക്കുന്നു. ഈ കളി ഇവിടെ നടന്നില്ലെങ്കിൽ എനിക്ക് വലിയ നഷ്ടം കോടികളുടെ അതുണ്ടായിക്കോട്ടെ എന്ന് പറയുന്നു. ഇവിടെ ഇതേ വ്യക്തി തന്നെ വിദേശത്ത് 100 കോടിയിലധികം രൂപ നിക്ഷേപിച്ചുവെന്നും അതിൻ്റെ GST അടച്ചിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ VD സതീശൻ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു എന്ന് പറയുന്നു. ഇതിൻ്റെ അന്വേഷണം ബാക്കി നിയമ നടപടികളൊക്കെ അതിൻ്റെ പ്രോസസ്സായിട്ട് വരണം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഈ സ്പോർട്സ് ആരാധകരെ മുഴുവൻ നിരാശപ്പെടുത്തി അല്ലെ കബളിപ്പിച്ചു. അതൊരു വാസ്തവമല്ലേ? അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ കേരളം എന്ന് പറയുന്നത് മെസ്സിയുമായി വളരെയധികം ആത്മബന്ധം പുലർത്തുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ സ്വന്തം നാട്ടിലെ മെസ്സി നമ്മുടെ സ്വന്തമാണ്. അപ്പോൾ ഈ ഫുട്ബോൾ ആരാധകർ പ്രത്യേകിച്ച് മലപ്പുറം, മലബാർ പ്രദേശങ്ങളിലാണ് വളരെ കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ളത്. അവിടെയാണ് മത്സരം. ലോകകപ്പ് നടക്കുമ്പോൾ കാരണം നമ്മൾ ലോകകപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകണ്ട, മലപ്പുറത്തേക്കോ മലബാറിലേക്കോ പോയാൽ മതി, അവിടെയൊക്കെ ലോകകപ്പായിരിക്കുള്ളൂ. അത്രമാത്രം ഈ കപ്പിനെ അല്ലെങ്കിൽ ഈ കളിയെ ആരാധിക്കുന്ന ആളുകളാണ് നമുക്കുള്ളത്. നമുക്ക് അതൊരു അഭിമാനമാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ മാത്രമല്ല, നമ്മളുടെ എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ കാണുന്ന എന്താണ്, വലിയ ഫ്ലക്സുകളാണ്. മെസ്സിയുടെ ഫ്ലക്സ്, അർജൻറ്റീനയുടെ ഫ്ലക്സ്, ബ്രസീലിൻ്റേത്, പിന്നെ റൊണാൾഡോൻ്റെ. ബാക്കിയുള്ളവർക്കൊന്നും വലിയ അത്തരത്തിലുള്ള മികവോ പുകവോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്തായാലും നമ്മൾ ഫുട്ബോൾ ആരാധകർ. അപ്പം നമ്മളുടെ ഒരു ആഗ്രഹം, നമ്മളുടെ ഒരു പ്രത്യാശ, നമ്മളുടെ പ്രതീക്ഷ എന്നൊക്കെ പറയുന്നതാണ് മെസ്സി വരുന്നു എന്നാണ്. ഇതിനെ വിറ്റ് കാശാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തത് അത് ചതിയിൽ അവസാനിച്ചു എന്നുള്ളതാണ്. മെസ്സിയെ കൊണ്ടുവരും, അർജൻറ്റീന ടീമിനെ കൊണ്ടുവരും, കേരളത്തിലെ സ്പോർട്സിനെ വളർത്തും, വികസിപ്പിക്കും. വളരെ നല്ല മനോഹരമായ വാക്കുകൾ, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതിന് പകരം കേരളത്തിലെ മുഴുവൻ ആരാധകരെയും നിരാശയിലാഴ്ത്തി മാറ്റിയ ഒരു സംഭവമായിട്ട് മാറിത്തീർന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തോന്നുന്നൊരു കാര്യം എന്താണ്, അതൊരു വലിയ ചതിയായിരുന്നു എന്നുള്ളതാണ്. ആ ചതിയിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുന്നില്ല. അന്ന് വലിയ വിവാദമായതായിരുന്നു കൊച്ചിയിലെ സ്റ്റേഡിയം ഈ ആൻഡോ സഹോദരന്മാർക്ക് കൈമാറി എന്നുള്ളത്. അതിലാണെന്ന് വെച്ചാൽ ഒരു രേഖയില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല, ഇൻഷുറൻസ് ഇല്ല, ഒരു കുന്തയില്ല. എല്ലാ നടപടിക്രമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് അത്തരം ഒരു പ്രവർത്തനങ്ങളിലേക്ക് നടക്കാൻ, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ അട്ടിമറിച്ച് നടത്താൻ പറ്റുന്നതാണെന്ന് ചോദിച്ചാൽ അല്ല, പാടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ആൻഡോ സഹോദരന്മാർക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്നാണ് അവർ മരം മുറിച്ച് കള്ളക്കടത്ത് നടത്തിയ ആളുകൾ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മളുടെ പണക്കാരായിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളെയും പരിശോധിച്ചാൽ അവർക്ക് എങ്ങനെ പണം ഉണ്ടാവണം, അദാനി അടക്കമുള്ള ആളുകൾക്ക് എങ്ങനെ പണം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വലിയ തരത്തിൽ തട്ടിപ്പ് നടത്തി ഉണ്ടാക്കുന്ന പണമാണ്. വെറുതെ പണം ഉണ്ടാവില്ല. നമ്മളൊക്കെ രാവിലെ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ജീവിച്ചു പോകാനുള്ള കാശ് പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ പണം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ എപ്പോഴും പലതരത്തിലുള്ളതായിട്ടുള്ള അഴിമതികളുണ്ടാകും. ചിലപ്പോൾ സർക്കാരിൻ്റെ ഫണ്ടായിരിക്കും അടിച്ചു മാറ്റിക്കൊണ്ടുപോകുക, സർക്കാരിൻ്റെ ഭൂമിയായിരിക്കും, സർക്കാരിൻ്റെ ഭൂമി പാട്ടത്തിനെടുത്തിട്ടായിരിക്കാം. അതൊക്കെ ബിസിനസ്സല്ലേ എന്ന് ചോദിക്കും. ശരിയാണ്, എല്ലാവർക്കും ഈ ബിസിനസ് സാധ്യമാണ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അതിനോട് ഒട്ടി നിൽക്കുന്നതായിട്ടുള്ള ആളുകൾക്കാണ് പലപ്പോഴും ഇത്തരത്തിൽ അഴിമതി നടത്താനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടാകുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാനൽ മുതലാളി തന്നെ ഇതെല്ലാം നടത്തുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അന്തരീക്ഷം നമ്മൾ കാണുന്നത്. മാത്രമല്ല, അദ്ദേഹമാണ് നമ്മളെ ഉപദേശിക്കുകയും നമ്മളെ മൂല്യബോധം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. മനസ്സിലായി? ഇവർ ഈ മരമുറി പൊള്ളയൊക്കെ നടത്തിയ ആളുകൾ വന്നിരുന്ന് ടെലിവിഷനിലിരുന്ന് നമ്മളെന്ത് ചെയ്യണം, മൂല്യബോധം പഠിപ്പിച്ചിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പരമാവധി പബ്ലിസിറ്റി സ്വന്തം ചാനലിലൂടെ നടത്തി മെസ്സിയെ കൊണ്ടുവരുന്നു. മെസ്സി മലപ്പുറത്തു നിന്ന് ഞങ്ങൾ ഇങ്ങനെ റോഡ് ഷോ വഴി കൊണ്ടുവരുന്നു, ഇതാ സ്റ്റേഡിയം ഏറ്റെടുക്കുന്നു. അന്നത്തെ ഇടത് സർക്കാരും ഇതിന് വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ച ചെയ്തില്ല. ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെയാണെങ്കിൽ കലൂർ സ്റ്റേഡിയം, ആ സ്റ്റേഡിയം പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അവിടുത്തെ അറ്റകുറ്റപ്പണികൾ മുഴുവൻ നടത്തിക്കോട്ടെ, അവിടുത്തെ ചെയറെല്ലാം എടുത്ത് മാറ്റിക്കോട്ടെ, രാജ്യാന്തര നിലവാരത്തിലേക്ക് എത്തും. അപ്പോൾ ഒരു കരാറ് പോലും ഇല്ല എന്ന് പിന്നീട് അവിടുത്തെ MP തന്നെ പറയേണ്ടി വരുന്നു. അപ്പോൾ ഈ സർക്കാർ ചില വിട്ടുവീഴ്ചകൾ, ചില കള്ളക്കളികൾ ഈ ചാനലുമായിട്ട് ചേർന്ന് നടത്തി.
നടത്തിയത്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഇത്രയും പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരു പ്രചാരം നടത്തി, അല്ലെങ്കിൽ വാർത്തകൾ ഉൾപ്പെടെ നൽകിയ മറ്റൊരു ചാനലില്ല എന്ന് പറയാം. പക്ഷേ എന്ത് സംഭവിച്ചു? ഇവിടെ ഇടത് സർക്കാർ വീണ്ടും വന്നില്ല. അന്ന് പറഞ്ഞത് ഈ മൂന്നാമത് ഇടത് സർക്കാരല്ലാതെ വേറെ ആര് വരും, വേറെ ആർക്കാണ് ഇവിടെ ഭരിക്കാൻ പറ്റുന്നത് എന്നൊക്കെ കൈരളി ചാനൽ പോലും പറയുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? 3 പേർക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് കോടതി പുറപ്പെടുവിക്കണമെങ്കിൽ ആ കേസിൽ എന്തെങ്കിലും മെറിറ്റ് ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും പണം പിരിച്ചിട്ടില്ല, ഞാൻ ടിക്കറ്റ് വിറ്റിട്ടില്ല, ഇതൊക്കെ പറയുമ്പോഴും താങ്കൾ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന് പുറത്തേക്ക് കോടികൾ കടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ, അതിന് GST പിരിച്ചെടുത്തിട്ടുണ്ടോ, ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് VD സതീശൻ മന്ത്രിസഭ ഇപ്പോൾ മുന്നിലേക്ക് വെക്കുന്നത്. നേരത്തെ നമുക്കറിയാം അടൂർ പ്രകാശ് UDFിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണല്ലോ, UDF ചെയർമാൻ അല്ലേ, UDF കൺവീനർ. അദ്ദേഹം പറഞ്ഞത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ചാനൽ പൂട്ടിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകും. പക്ഷേ പിന്നീട് വന്ന സർക്കാർ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ VD സതീശൻ അടുത്തൊരു സ്റ്റെപ്പ് വെക്കുന്നു. ഈ സ്റ്റെപ്പിനെ എങ്ങനെ ഈ ആൻഡോ മുതലാളിമാർ പ്രതിരോധിക്കും? ഇതൊരു വലിയ ഘടകമല്ലേ? അല്ല, ഇതൊക്കെ പ്രത്യേകിച്ച് വാർത്തകളൊന്നും അല്ലാതെയൊക്കെ ഒക്കെ മാറാൻ സാധ്യതയുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കേസ് തന്നെ ചിലപ്പോൾ എന്തായിരിക്കാം, ഈ കേസ് തന്നെ വലിയൊരു ബ്ലാക്ക് മെയിലായിരിക്കാം. അങ്ങനെയാണ് പിന്നെ കുറേ കഴിച്ച സമയത്തൊന്നും സംഭവിക്കാതെ. കാരണം അടൂർ പ്രകാശ് നേരത്തെ പറഞ്ഞ് പൂട്ടിക്കുമെന്ന് പറഞ്ഞു, പിന്നെ പൂട്ടിക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ വെറുതെ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടികളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് അക്കാര്യത്തിലും നമുക്ക് ഒരു ഉറപ്പും വിചാരിക്കാനായിട്ട് പറ്റില്ല. എവിടം വരെ അന്വേഷണം പോകും എന്താണെന്നും പറയാൻ പറ്റില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഏതാണ്ട് 126 കോടി രൂപ പുറത്തേക്ക് കൊണ്ടുപോയി എവിടെ നിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള കുറ്റമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ഈ നമ്മളുടെ പണം കൊണ്ടുപോയിട്ട് വിദേശത്തുള്ളൊരു ബാങ്കിൽ വേറെ ഏതോ സ്പോൺസറുടെ പേരിൽ നിക്ഷേപിച്ചു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടാക്സ് GST അടക്കം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് വന്നത്. ഇതൊക്കെ ഇതിൻ്റെ രേഖകളുണ്ട്. അവർക്ക് പണം കൊടുത്തതിൻ്റെ രേഖയില്ല. അർജൻറ്റീന അസോസിയേഷൻ ഇവരുടെ പണമൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇവിടെ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് ഇയാൾ പണമൊന്നും എന്ത് ചെയ്തിട്ടില്ല, സ്റ്റേഡിയത്തിൻ്റെ അധികാരി എന്ന് പണം വാങ്ങിച്ചിട്ടില്ല, ചിലവഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നത് കോടതിയുടെ മുന്നിലുള്ള കേസ് വിചാരണയ്ക്ക് ശേഷം മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന്. കാരണം രേഖകളില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സ്ഥലത്തിൻ്റെ ഒന്നിൻ്റെ രേഖകളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്നത് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവർ എന്ന് പറയുന്നത് എങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഒരു രേഖയുമില്ലാതെ ഒരു നടപടിക്രമം പൂർത്തീകരിച്ചു എന്നുള്ള വലിയ ചോദ്യമല്ലേ. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവരങ്ങനെ ചെയ്തു. അതെന്തുകൊണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് യഥാർത്ഥത്തിൽ ഭരണകൂട സംവിധാനങ്ങളൊക്കെ കഴിയേണ്ടതാണ്. അപ്പോൾ ഈ സർക്കാരിന് തീർച്ചയായിട്ടും അല്ലെ അന്വേഷണം നടത്താം. അതുണ്ട്. ഈ മന്ത്രിയുടെ പേരിൽ വന്ന ഇമെയിലിനെ തുടർന്നുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചുവെന്ന് നിലവിൽ ചുമതലയുള്ള OJ ജനീഷ് മന്ത്രി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും. അങ്ങനെയാണെങ്കിൽ മുൻ മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ ഈ അന്വേഷണ സംഘത്തിൻ്റെ റഡാറിലുണ്ടാകും. ഈ അബ്ദുറഹ്മാൻ എന്തിനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്? അബ്ദുറഹ്മാൻ മലപ്പുറത്ത് ഒരു സ്കൂളിലോ മറ്റോ നടന്ന പരിപാടിയിൽ അവിടെ വെച്ച് പറയുകയാണ്, നിങ്ങൾക്കറിയുമോ ലോകത്തിൻ്റെ അഭിമാനമായി മാറിയ മെസ്സി ഒരാഴ്ച കേരളത്തിലുണ്ടാവും, എന്തിന് കേരളത്തിൽ വന്നിട്ട് നിങ്ങൾക്കൊപ്പം പന്ത് കളിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇരു കൈകളും പിന്നെ കൂട്ടിയടിച്ചുകൊണ്ട് എന്ത് ഹർഷാരവമാണ് നമ്മൾ കേട്ടത്. ശരിക്കും ഒരു മന്ത്രിക്കൊക്കെ അങ്ങനെ അല്ല, അതെ, മന്ത്രി അങ്ങനെ വിശ്വസിച്ചിട്ട് പറഞ്ഞു പോയതാണ്. അപ്പൊ മന്ത്രിയെ കബളിപ്പിച്ചു എന്നൊരർത്ഥം ഉണ്ടല്ലേ? അതെ, മന്ത്രിക്ക് വേണമെങ്കിൽ ഇവർക്കെതിരെ കേസ് പോയാലേ എന്നെ പറഞ്ഞു പറ്റിച്ചു എന്നല്ലേ? അല്ല, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ആ മന്ത്രിസഭയിലെ മന്ത്രിമാരായാലും ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവർക്ക് കൃത്യമായിട്ട് ഉത്തമ ബോധ്യം വന്ന കാര്യങ്ങളെ അവർ ജനങ്ങളോട് സംസാരിക്കാൻ പാടുള്ളൂ. പൊതുസമൂഹത്തിൽ പറയുമ്പോൾ അത് ബോധ്യം ഉണ്ടാവണം. അതിൻ്റെ ഉത്തരവാദിത്വം ബാധ്യത അവർക്കുണ്ട്. അതൊന്നും ഇവർ പരിപാലിക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ മന്ത്രിമാരും ഒക്കെ അങ്ങനെ തന്നെ സംസാരിച്ച് നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ ഇവർ മന്ത്രിയാണ് എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തനിക്കുത്തമമായ ബോധ്യം വന്ന കാര്യം അത് മാത്രം ആളുകളോട് പറയുക. അങ്ങനെയാണെങ്കിൽ ആളുകൾക്കിതൊരു ആശ്വാസമായിരിക്കും. ഇത് ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞു മെസ്സി വരുമെന്ന് സ്പോൺസർ പറഞ്ഞപ്പോൾ തന്നെ അയാൾ പോയിട്ട് അവിടെ സ്കൂളിൽ അത് ഭയങ്കര കയ്യടി നേടുന്ന കാര്യമാണ്. പക്ഷേ അതേപോലെ അയാൾ മനസ്സിലാക്കേണ്ട കാര്യം, താനിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മെസ്സി വന്നില്ലെങ്കിൽ തനിക്കെന്താണ് സ്ഥിതി, അല്ലെങ്കിൽ തൻ്റെ ക്രെഡിബിലിറ്റിക്ക് എന്ത് സംഭവിക്കും എന്ന് പറയുന്ന ഒരു ചിന്ത അയാൾക്ക് വേണ്ടേ? അതെ, ആ ചിന്തയൊന്നും ആ മന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് അയാൾ വെറുതെ വിളിച്ചു പറഞ്ഞു. ആളുകൾ കരുതിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായിരിക്കുമെന്നാണ് ആളുകൾ കരുതിപ്പോയിരുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് മെസ്സി വരുമെന്ന് പറഞ്ഞാൽ വരിക എന്ന ആൾക്കാർ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ആളുകൾ ഒരിക്കൽ പറ്റിക്കപ്പെട്ടു. അതാണ് പ്രശ്നം. അപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്ന ഇവർക്ക് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ശിക്ഷ കിട്ടുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മെസ്സിയെ സംബന്ധിച്ചുള്ള ഈ വിവാദത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുക. ഇവർ വിദേശത്തേക്ക് പണം കടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുക. മന്ത്രിയെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഉത്തരം പറയുക. ഒരു ചാനൽ കയ്യിലുണ്ടെങ്കിൽ എന്ത് കാര്യവും എന്ത് തെറ്റായ വിവരവും ഒളിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു വിദ്യാധാരണ ഉണ്ടെങ്കിൽ അതും തകർത്ത് കെട്ടേണ്ടതല്ലേ? അല്ല, അത് അവരുടെ വിശ്വാസം എന്താണെന്ന് പറയാം. അങ്ങനെ നമ്മളുടെ ഒരു ചൊല്ലുണ്ട്, ഒരു പട്ടി മറ്റൊരു പട്ടിയെ കടിക്കില്ലെന്ന്. ആ ചൊല്ലി വെച്ചിട്ടാണ് ഇവരിങ്ങനെ വിശ്വസിക്കുന്നത്. കാരണം ഒരു ചാനലിനെ മറ്റൊരു ചാനൽ എന്ത് ചെയ്യില്ല, ഉപദ്രവിക്കില്ല. പക്ഷെ അതൊന്നും അങ്ങനെ, കാരണം സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം ഇവർക്ക് രക്ഷയില്ല. എത്ര വിളിച്ചു വെച്ചാലും അത് എത്ര വിളിപ്പിച്ചാലും അത് പുറത്തു വരാനായിട്ട് സോഷ്യൽ മീഡിയയുടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.